എല്ലാവർക്കും ഹെൽത്തി മൈൻഡ് ഹാപ്പി ലൈഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. പല കാര്യങ്ങൾക്കാണ് മനസ്സിനെ ശാക്തീകരിക്കേണ്ടതായി വരുന്നത്. സ്വാഭാവികമായ ആ ശക്തി ഇല്ലാതെ വരുമ്പോഴാണ് കൂടുതൽ പോസിറ്റീവ് അഫർമേഷൻസ് നൽകി മനസ്സിനെ ശാക്തീകരിക്കേണ്ടതായി വരുന്നത്. ഇന്നിവിടെ മണി ഏണിംഗ് കപ്പാസിറ്റി അത് സ്വാഭാവികമായി ഇല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിനെ ആ നിലയിലേക്ക് ഉയർത്തുന്ന കുറേ അഫർമേഷൻസാണ്. അതിനെ നമ്മൾ ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് എന്ന് കൂടി വിളിക്കാം. ഞാൻ ഡോക്ടർ ടി സുനിൽകുമാർ, റിലാക്സ് സെൻറ്റർ ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് മൈൻഡ് മസാജിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. എല്ലാവരും മെല്ലെ കണ്ണുകളടച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ ഇയർഫോണിലൂടെ കേൾക്കാവുന്ന വിധത്തിൽ, അല്ലായെങ്കിൽ സ്പീക്കറിലൂടെ കേൾക്കാവുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്ത് സ്വസ്ഥമായ ഒരു സ്ഥലത്ത്, ഒരു മുറിയിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. വീഡിയോ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വളരെ ശാന്തവും സ്വസ്ഥവും ഏകാഗ്രവുമായ ഒരു തലം സൃഷ്ടിക്കുകയാണ്. ഒപ്പം ധന സമ്പാദനത്തിനും അതിൻ്റെ കൃത്യമായ വിനിയോഗത്തിനും വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്കിലേക്ക് പോവുകയാണ്. എല്ലാവരും മെല്ലെ കണ്ണുകളടയ്ക്കുക. ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് എടുക്കുകയും മെല്ലെ റിലീസ് ചെയ്യുകയും ചെയ്യുക. ഞാൻ 4 എണ്ണുന്നത് വരെ നിങ്ങൾ മെല്ലെ ഇൻഹെയിൽ ചെയ്യുകയും മെല്ലെ എക്സെയിൽ ചെയ്യുകയും ചെയ്യുക. 1 2 3 4. ഇനി മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശക്തിയായി റിലീസ് ചെയ്യുകയും ചെയ്യുക. 1 2 3 4. ഇനി ശക്തമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശക്തമായി റിലീസ് ചെയ്യുകയും ചെയ്യുക. 1 2 3 4. എല്ലാവരും കണ്ണുകൾ തുറന്ന് നമ്മളുടെ കൈകാലുകൾ സ്ട്രെയിറ്റായിട്ട് വെച്ച് ഒരു ബെഡിൽ കിടന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. കിടക്കുമ്പോൾ മലർന്ന് കിടക്കുകയും കാലും കൈയും നീട്ടി നിവർത്തി വയ്ക്കുകയും വേണം. കൃഷ്ണമണികൾ മുകളിലേക്ക് മറിച്ച് നമ്മളുടെ പുരികങ്ങളുടെ ഇടയിലേക്കുള്ള സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. വളരെ ശക്തിയായി കൃഷ്ണമണി പുറകിലേക്ക് മറിച്ച് പുരികങ്ങൾക്കിടയിലുള്ള സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഓഡിയോയ്ക്ക് ഇടയ്ക്ക് അഫർമേഷൻസിന് ശേഷം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ അത് ആവർത്തിക്കുന്നതിന് വേണ്ടിയാണെന്ന് കൂടി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ വളരെ സ്വസ്ഥവും ശാന്തവും ഏകാഗ്രവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. നിങ്ങളുടെ മനസ്സും ശരീരവും ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഖാനുഭൂതിയിലേക്ക് പോവുകയാണ്. കണ്ണുകളിൽ മെല്ലെ
ഭാരം അനുഭവപ്പെടുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൺപോളകൾ ചെറിയ ഭാരം അനുഭവപ്പെട്ട് അത് അടയുവാനൊരു ശ്രമം നടത്തുന്നുണ്ട്. മനസ്സ് വളരെ ശാന്തവും സ്വസ്ഥവും ഏകാഗ്രവുമാണ്. നിങ്ങളുടെ കൺപോളകളിൽ കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തവും സ്വസ്ഥവും ഏകാഗ്രവുമാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുകയാണ് മനസ്സുകൊണ്ട്. കാൽപാദങ്ങൾ മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ മസിലുകളും രക്തക്കുഴലുകളുമെല്ലാം അയഞ്ഞ് തളർന്ന് വളരെ സുഖകരമായ ഒരു റിലാക്സേഷൻ അനുഭവിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കണ്ണുകളുടെ ഭാരം കൂടി വരുന്നുണ്ട്. കൺപോളകൾ മെല്ലെ വിറച്ച് കണ്ണുകൾ അടയുന്നുണ്ട്. കണ്ണുകൾ മെല്ലെ അടയുകയാണ്. കണ്ണുകൾ മെല്ലെ അടയുകയാണ്. നിങ്ങളുടെ കാൽപാദങ്ങളിൽ നിന്നും അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ആ സുഖകരമായ തളർച്ച അല്ലെങ്കിൽ അവിടെ അനുഭവിക്കുന്ന ഒരു വിശ്രമം തുടർന്ന് മുകളിലേക്ക് കൂടി വ്യാപിക്കുന്നതായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നിങ്ങളുടെ അരക്കെട്ട് മുതൽ ശിരസ് വരെയുള്ള ഭാഗങ്ങൾ വളരെ സുഖകരമായ ഒരു വിശ്രമാവസ്ഥയിലേക്ക് പോവുകയാണ്. നിങ്ങൾ വളരെ ശാന്തവും സ്വസ്ഥവുമായി നിങ്ങളുടെ ശരീരവും മനസ്സും ഏകാഗ്രവുമായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തവും സ്വസ്ഥവും സമാധാനപൂർണവുമായി തീർന്നിരിക്കുന്നു. കൈവിരൽ മുതൽ തോളറ്റം വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. കൈവിരൽ മുതൽ തോൾ വരെയുള്ള ഭാഗങ്ങളിൽ വല്ലാത്ത വിശ്രമവും തളർച്ചയും അതുപോലെ ആ ഭാഗത്തുള്ള മസിലുകളും രക്തക്കുഴലുകളും അയഞ്ഞ് തളർന്ന് വളരെ വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. മനസ്സ് വളരെ ശാന്തവും സ്വസ്ഥവും സമാധാനപൂർണവുമാണ്. മനസ്സ് വളരെ ശാന്തവും സ്വസ്ഥവും സമാധാനപൂർണവുമാണ്. നിങ്ങൾക്ക് മനസ്സിലൂടെ ചില പോസിറ്റീവ് അഫർമേഷൻസ് കടത്തിവിടുകയാണ്. അവിടെ നിങ്ങൾക്ക് വ്യക്തമായി ധന ആഗമനത്തിനും ധനസമ്പാദനത്തിനും അത് കൂടുതൽ ഭംഗിയായി ഉപയോഗിക്കുവാനുമുള്ള കഴിവുകൾ ഉണ്ടാകുവാൻ പ്രയോജനപ്പെടും എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. പൈസയുടെ കൃത്യമായ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങളുടെ കഴിവില്ലായ്മ എന്ന് കരുതിയിരുന്നത് കഴിവുകളായി മാറാൻ പോവുകയാണ് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. പറയുന്ന അഫർമേഷൻസ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലേക്കെടുക്കുക. ബുദ്ധിപരമായി സാമ്പത്തികമായ തീരുമാനങ്ങളെടുക്കുവാൻ ഞാൻ പ്രാപ്തനായിക്കൊണ്ടേയിരിക്കുന്നു.
എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സാമ്പത്തികമായ കാര്യത്തിൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ എനിക്ക് പ്രാപ്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് ഒന്നുകൂടി ആവർത്തിക്കുക. ധനസമ്പാദനത്തിനും അതിൻ്റെ ബുദ്ധിപരമായ ഉപയോഗത്തിനുമുള്ള പൊട്ടൻഷ്യൽ അത് എന്നിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ധനസമ്പാദനത്തിനും അതിൻ്റെ ബുദ്ധിപരമായ ഉപയോഗത്തിനുമുള്ള എൻ്റെ കഴിവുകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. സാമ്പത്തികമായ സമൃദ്ധിയും വിജയവും എനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു. സാമ്പത്തികമായ സമൃദ്ധിയും വിജയവും എനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഒന്നുകൂടി അത് പറയുക. ഞാൻ പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ച് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ബോധത്തോടുകൂടി മനസ്സിലാക്കുകയും അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ച് വളരെ ആത്മവിശ്വാസത്തോടുകൂടി മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു. പണത്തെ സംബന്ധിച്ച് എനിക്ക് യാതൊരുവിധ ഭയവും സംശയവും ഇല്ല എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. പണത്തെ സംബന്ധിച്ചുള്ള യാതൊരുവിധ സംശയങ്ങളും ഭയപ്പാടുകളും എനിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതേവരെ ലഭിച്ചിട്ടുള്ള സാമ്പത്തികവും മറ്റു സമൃദ്ധിയിലും ഞാൻ വളരെ നന്ദിയുള്ളവനും സന്തോഷവാനുമാണ്. എൻ്റെ ജീവിതത്തിൽ ഇതേവരെ എനിക്ക് ലഭിച്ചിട്ടുള്ള സാമ്പത്തികമായ സമൃദ്ധിയിലും മറ്റു സമൃദ്ധിയിലും ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. നേരായ മാർഗത്തിൽ പണം സമ്പാദിക്കുക എന്നത് എനിക്ക് അർഹതപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരായ മാർഗത്തിൽ പണം സമ്പാദിക്കുക എന്നത് എനിക്ക് അർഹതപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കായി ഈ പ്രപഞ്ചം എല്ലാ കഴിവുകളും തന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പണസമ്പാദനത്തിനും അതിൻ്റെ നല്ല രീതിയിലുള്ള വിനിയോഗത്തിനും എന്നെ പ്രാപ്തയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. നിലവിൽ എനിക്കുള്ള സാമ്പത്തികമായ സമൃദ്ധിയിലും അതിൻ്റെ നല്ല രീതിയിലുള്ള ഉപയോഗത്തിലും ഞാൻ വളരെ സന്തുഷ്ടനാണ്. വളരെ സന്തുഷ്ടനാണ്. മെല്ലെ
നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തെയും വിശ്രമാവസ്ഥ മാറി മെല്ലെ രക്തക്കുഴലുകൾ മാംസപേശികളുമെല്ലാം സാധാരണ നിലയിലേക്ക് വരുന്നതായി നിങ്ങൾ മനസ്സിലാക്കുന്നു. മെല്ലെ സമാധാനപരമായ അന്തരീക്ഷം നിങ്ങളെ വളരെ സന്തോഷവാനാക്കുകയാണ്. കണ്ണുകൾ മെല്ലെ തുറക്കുക. കണ്ണുകൾ മെല്ലെ മെല്ലെ തുറക്കുക. ഈ മനസ്സിൽ കൊണ്ടുവന്ന പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സാധാരണ നിലയിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് ആ കഴിവുകൾ തുടർന്നുമുണ്ടാകുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിങ്ങൾ ആ കഴിവുകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നും വിശ്വസിക്കുന്നു. എല്ലാവരും കണ്ണുകൾ തുറന്ന് സാധാരണ നിലയിലേക്ക് വരിക. പ്രിയമുള്ളവരെ, ഇത് സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വളരെ സംശയവും അതുപോലെ തന്നെ പ്രാപ്തിക്കുറവുള്ളവർക്കും അത് കൈകാര്യം ചെയ്യുമ്പോഴുള്ള ആത്മവിശ്വാസമില്ലാത്തവർക്കും വേണ്ടി കൂടെ ഉള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. അതല്ലാതെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നവർക്കും അത് പ്രയോജനപ്പെടുന്നത് തന്നെയാണ്. എന്നാൽ ചിലർക്ക് പരിശീലനങ്ങൾ അല്ലെങ്കിൽ സ്വന്തം കഴിവുകൾ, ജന്മനാ ഉള്ള കഴിവുകൾ കൊണ്ട് തന്നെ വളരെ ഭംഗിയായി സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള കഴിവുമുണ്ട് താനും. ഇത്തരം മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഹിപ്നോട്ടിക് തെറാപ്പികൾക്ക് നേരിട്ട് ചെയ്യുവാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ മനസ്സിലെ വ്യാകുലതകൾ അകറ്റുവാനും മനസ്സിനെ ശാക്തീകരിക്കുവാനും സാമ്പത്തികമായ ഭദ്രതയ്ക്കും അതുപോലെ തന്നെ ഏതെങ്കിലും അസുഖകരമായ മാനസികാവസ്ഥയുണ്ടെങ്കിൽ അത് അകറ്റുവാനും പഠനത്തിൽ പുരോഗതി നേടുവാനുമുള്ള തെറാപ്പികൾ, ഹിപ്നോട്ടിക് തെറാപ്പി, അതുപോലെ മെഡിറ്റേഷൻ ടെക്നിക്സ് ഇത് നേരിട്ട് ചെയ്യാനും അവസരമുള്ളതാണ്. അതിനായി നിങ്ങൾ 9446485974 വിളിക്കുക. സസ്നേഹം, ഡോക്ടർ ടി സുനിൽകുമാർ.